അമ്മയുടെ പൂച്ചെടികളുടെ ഓർഡറൊക്കെ തെറ്റി. എനിക്ക് കൊമ്പ് വെട്ടുന്നതിനോട് അത്ര താല്പര്യമൊന്നും ഇല്ല. ആർക്കാ താല്പര്യം? വീണാലോ അല്ലെങ്കിൽ പിന്നെ ഓടിന്റെ മുകളിലേക്ക് വീണാലോ അതുകൊണ്ട് കപ്പയുടെ ചോട്ടില് കപ്പളത്തിന്റെ ചോട്ടിൽ ഇടുകയും ചെയ്യും. അപ്പൊ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മേടിച്ചു വന്നപ്പോൾ ഒരു അതിശയായിരുന്നത്. കാരണം മഴ പെയ്യുമ്പോഴാണ് പ്രധാനമായിട്ട് ഇത് ചെയ്യേണ്ട. തിമിർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അതെ, നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് ഇങ്ങനെ ചൂട് പലഹാരം കഴിക്കാൻ എന്നാ രസമെന്നറിയോ. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതിന്റെ ടിപ്പൊന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ചൂടത്ത് തണുപ്പ് കഴിക്കുന്നതിനേക്കാൾ വൈബ് മഴയത്ത് ചൂട് കഴിക്കണതാണ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് പറയണേ. നല്ല മഴയത്ത് ഒരു ബ്രൂവും ഇതിങ്ങടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അമ്മയുടെ അഭിപ്രായം കറക്റ്റ് ആയിരിക്കും എന്ന് എല്ലാരും പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടമില്ല, ഞാൻ ഇഷ്ടമില്ല. അമ്മയുടെ പൂച്ചെടികളുടെ ഓർഡറൊക്കെ തെറ്റി. എല്ലാം തെറ്റി. അത് ഇനിയിപ്പോ കമ്പ് അവര് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ ഓർഡറിൽ അവിടെ കൊണ്ടേ വെക്കോളൂ. ആ തടി കുറച്ച് മാവിന്റെ കമ്പ് മുറിച്ച കമ്പ് അവരോട് കൊണ്ടുപോകാൻ പറഞ്ഞു. കച്ചവടക്കാരെ കുറെ മാവിന്റെ കമ്പുകളും അല്ല മരത്തിന്റെ കമ്പുകളൊക്കെ കാറ്റ് പിടിക്കാതെ മുറിച്ചായിരുന്നു. അപ്പൊ അത് മുറ്റത്ത് കുറച്ച് കിടപ്പുണ്ട്. അത് അവര് വാരാൻ വരുമ്പോ അല്ലെങ്കിൽ പിന്നെയും ചട്ടി എടുത്ത് മാറ്റണം. അതുകൊണ്ട് ഞാൻ ചട്ടിയെല്ലാം ഇവിടെ ചേർത്ത് വെച്ചേക്കും കേട്ടോ. അതാ ഓർഡറൊക്കെ തെറ്റിയിരിക്കും. ഇനി ചൊവ്വാഴ്ചയൊക്കെ ഒരു വരുവോളെന്നാ പറഞ്ഞു. നമ്മുടെ KCB ലൈനിന്റെ ഭീഷണിയായിട്ട് കുറച്ച് മരക്കൊമ്പുകൾ ഉണ്ടായിരുന്നു. സർവീസ് വയർ കാണിച്ചത് അതിന് തൂക്കണോണ്ടാ മഴയ്ക്ക് മുമ്പേ. അപ്പൊ അവിടെ നമ്മൾ അപേക്ഷ കൊടുത്ത് അവരുടെ പെർമിഷനോട് കൂടിയാണ് നമ്മള് വെട്ടിയിരിക്കുന്നത്. അവരുടെ പെർമിഷൻ മാത്രമല്ല, അതിന്റെ അപേക്ഷ അപ്പൊ എഴുതി കൊടുത്ത് 136 റുപ്പീസ് അടയ്ക്കണം. അത് കഴിയുമ്പോ അവര് അവിടെ നിന്ന് ലൈൻമാനും വേറെ 2 പേരും കൂടി ഒരു ജീപ്പിന് വന്നു ഗോണിയൊക്കെ ആയിട്ട്. അപ്പൊ പറഞ്ഞു ഗോണി എടുക്കണ്ട, ഇവിടെ ഗോണി ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സ്വന്തം പറമ്പിൽ നിൽക്കണ പോസ്റ്റിൽ നിന്ന് വലിച്ചേക്കണ ലൈൻ അവിടെ അങ്ങ് ഊരി ഉപയോഗിച്ച് വയർ ഇവിടെ ചുരുട്ടി വെച്ചു ആ ചെടിച്ചട്ടിയുടെ അവിടെ. എന്നിട്ട് അവര് പറഞ്ഞു സാറേ വെട്ട് കഴിയുമ്പോൾ പറഞ്ഞേരെ ലൈൻ ഓൺ ചെയ്യാം, അവര് വരാം ഇത് കെട്ടാന്ന്. അത് കഴിഞ്ഞ് കെട്ടിയേച്ച് പോയി. അപ്പൊ സന്തോഷമെന്ന് അപ്പൊ പറഞ്ഞു 5 മണിക്കാ വന്ന് കെട്ടിയത്. 4 മണിയായപ്പോ വെട്ട് കഴിഞ്ഞത്. ഈ സൈഡിലേക്കുള്ള കൊമ്പുകൾ ഇവിടുത്തെ ചട്ടിയെല്ലാം ഞാൻ മാറ്റിയായിരുന്നു. കുറച്ച് ഇവിടെയൊക്കെ എടുത്ത് വെച്ചു. അതിന്റെ ഒരു കൂട്ടിയിട്ടതാ. പിന്നെ ഇലച്ചോറൊന്നും അവര് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു. അതെല്ലാം ഇനിയിപ്പോ അപ്പൊ സൗകര്യം പോലെ മഴയൊക്കെ മാറുമ്പോ പറമ്പിലേക്ക് മാറ്റിയിടാന്ന് പറഞ്ഞു. അവിടെ കുറെ കമ്പുകൾ കിടപ്പുണ്ട് താഴെ. കുറച്ചുകൂടെ കൂട്ടി കുറച്ച് ഒരു താഴത്തേക്ക് വെച്ചു. എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി ചിലപ്പോ ടൈലിന്റെ പുറത്ത് കിടന്ന ടൈല് പൊട്ടും. നല്ല വെയിറ്റാ. ഈ മാവിന്റെ ഇതും ഭീഷണിയായിട്ട് നിന്നതാ. കേടാതെ കറുത്ത നിറത്തിൽ കമ്പ് കേടാതെ അതാ താഴത്ത് വെട്ടിയിട്ടേക്കണം വലിയ കമ്പ്. എനിക്ക് കൊമ്പ് വെട്ടുന്നതിനോട് അത്ര താല്പര്യമൊന്നും ഇല്ല. ആർക്കാ താല്പര്യം? പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോ പിന്നെ വെട്ടാതെ പറ്റൂല. എനിക്കോ അത്രയും കൂടി ഇഷ്ടമല്ല. കറണ്ട് ലൈനിലേക്ക് വീണാലോ അല്ലെങ്കിൽ പിന്നെ ഓടിന്റെ മുകളിലേക്ക് വീണാലോ ആ സൈഡ് ഊണുമുറിയുടെ മുകളിൽ ബെഡ്റൂമിന്റെ ഒക്കെ മുകളിൽ ഓടല്ലേ അവിടെയുള്ളത്, അല്ലെങ്കിൽ ഊണുമുറിയുടെ മേളിലേക്ക് വീഴും കാറ്റ് വരുമ്പോ ലൈനിൽ തട്ടി. അപ്പൊ അത് വിഷയം. അതുകൊണ്ട് മുറിപ്പിച്ചതാ. മാവൊന്നും മുറിപ്പിച്ചില്ലേറായി. ഇനി കാറ്റ് പിടിച്ചാലും അങ്ങോട്ടുള്ളത് മറിയോളും. പെരയുടെ ഇങ്ങോട്ടും മുറ്റത്തേക്ക് നീരില്ല. ആ കാണുന്നതാണ് നെടിശാല മാവ് കേട്ടോ. ഇത് സേലം എന്നാ നമ്മള് പറയണേ. തോട്ടാപ്പുരി എന്നൊക്കെ പറയുന്നു പറയുന്നുണ്ട് ഇപ്പൊ. അതെ, മഴ ഒന്ന് തോർന്നപ്പോ ഉണ്ടല്ലോ അതേ മാനം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും കാറ് വന്നുണ്ട്. എത്ര ദിവസമായിരുന്നു കണ്ടിന്യൂസ് മഴ. അമ്മ അതിന്റെ ഇടയ്ക്ക് പുല്ല് കാണുമ്പോ വിടുന്നില്ല കേട്ടോ. കുറെ ദിവസമായിട്ട് അങ്ങനെ പണിക്കാരും കൊണ്ടിറങ്ങോണ്ടൊന്നും ഇറങ്ങിയില്ല. പിന്നോട് മഴയായതുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞാൽ മഴയത്ത് വന്നിട്ടൊന്നും ചെയ്യാനില്ല. പുള്ളിക്കാറ്റ് വന്നിട്ട് എന്ത് ചെയ്യാനും മഴയത്ത് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാഴ്ച വന്നിട്ട് ഇങ്ങനെ മഴ നിൽക്കുമ്പോൾ അത് അവിടെ നിന്ന് വന്ന് കഷ്ടപ്പാടല്ലേ. അത് വരുമ്പോഴേ നേരത്തേക്ക് ആക്കോളും. ഞാൻ പിന്നെ ഒരു വഴിപാടൊക്കെ ഒന്ന് തൂത്തിടുന്നതാണ്. നനഞ്ഞു കിടക്കുന്ന ഇലകള്. പക്ഷെ നല്ല ഗ്രീനറി ആട്ടോ. ഇപ്പൊ എനിക്ക് ഈ ഗ്രീനറിയാ കാണാൻ ഇഷ്ടം. ഇതല്ല ഞാനിനി വരാൻ നേരമില്ല. ആ കമ്പ് കുത്തിയത് കഴിഞ്ഞ ആഴ്ച കുറച്ച് മുളകായി. കണ്ടോ മാനമൊക്കെ ഒന്ന് തെളിഞ്ഞെങ്കിലും കാർമേഘം അവിടെ ഇവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ ഇത് മുഴുവൻ വെട്ടുമുറിയാ. അതെ 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 കണ്ടോ പൊടി പൊടി പോലെ വെട്ടുമ്പോ വരുന്നതാ പൊടി പൊടി പൊടി. അതാ മഴ പെയ്ത് കഴിയുമ്പോ ആ പൊടി പൊടി അങ്ങ് ഒട്ടിപ്പിടിക്കും ഇതിലേക്ക്.
പിന്നെ അതങ്ങനെ പതിഞ്ഞു പോവും. മെഷീനാണല്ലോ, പെട്രോൾ ഒഴിച്ചേച്ച് ടക്കയിൽ പരിപാടി കഴിയും. അതെ, കെട്ടി ഇറക്കണ കാരണം താമസം ഉണ്ടായിരുന്നേ. ഏടുന്ന മരത്തേക്കൊക്കെ എത്ര ഇത് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചപ്പോൾ പലരും പറഞ്ഞു കീഴാർനെല്ലിയാന്ന്. ഇതിന്റെ മറ്റേ ഗ്രീൻ കളർ ഉള്ളതും ഉണ്ടല്ലേ? എനിക്കറിയില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ട്. കീഴാർനെല്ലി പണ്ട് എന്തൊക്കെയോ അസുഖങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഗ്രീനും ഉണ്ട്. ഇപ്പോൾ ഈ കളർ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടോ, ഇതിന്റെ അടിയിൽ ഇങ്ങനെ കുരുകുരാന്നുണ്ട്. മഴയൊന്ന് തോർന്നു. 2 or 3 മഴ ഇന്ന് പെയ്തു ഓൾറെഡി. രാവിലെ ഒന്നും മുറ്റത്തേക്ക് ഇറങ്ങാറില്ല, വീഡിയോ പരിപാടികളുള്ള ദിവസം ഒട്ടും ഇറങ്ങാറില്ല. മഴയുള്ള ദിവസം ഇപ്പോൾ വീഡിയോയിൽ ഓൾറെഡി നിങ്ങൾ ശനിയാഴ്ച കണ്ടിട്ടുണ്ട് ചെയ്യാറില്ല എന്നുള്ളത്. മഴയുള്ള ഒറ്റ ദിവസം ചെയ്യാറില്ല കേട്ടോ, എഴുകലും ഇതുമൊക്കെ ആയതുകൊണ്ട് ബാക്കും അടിക്കൂല. അപ്പം ഇന്നിപ്പോൾ 3:30 കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്തിട്ടില്ല. അത് കാരണം ഞാൻ അതൊക്കെ ഒന്ന് വെള്ളം വലിഞ്ഞു കിടന്നപ്പോൾ ചുമ്മാ ഒന്ന് വഴിപാടായിട്ടൊന്ന് തൂത്ത് കളഞ്ഞാൽ കരിയില്ല. അതുകൊണ്ട് കപ്പളത്തിന്റെ ചോട്ടിൽ ഇടുകയും ചെയ്തു. അപ്പം കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്ലീനിങ്. അതെ, ഓക്കെ. ഇതായിരുന്നു അതൊക്കെ പോയി പടയഞ്ച കൊണ്ടതാട്ടോ, സീരിയസ് ആയിട്ടില്ല. വേറെ ഒന്നുമില്ല, അത് ഞാൻ മുള്ളു കളഞ്ഞു വെച്ച് താങ്ങാതിരിക്കാൻ വെച്ചല്ലേ. ഞാൻ കൈ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകാത്ത പോയി. സോപ്പ് ഇരിപ്പില്ല. അപ്പം ഇല്ലേ, ഒരു സോപ്പ് ഡിഷിൽ അവർക്ക് കൈ കഴുകാനായിട്ട് ഒരു സോപ്പ് വെച്ച് കൊടുത്തേക്കുമായിരുന്നു ഇവിടെ. ഒരു പോകുന്നവര് 4-5 ദിവസം ഉണ്ടായിരുന്നല്ലോ, പണിയുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു. ഇതാ ഞാൻ കയറി പോവാഞ്ഞ്, ഞാൻ അതിലേ വന്നേക്കാം, ഇതിലേ കയറിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മേടിച്ചു വന്നപ്പോൾ ഒരു അതിശയായിരുന്നത്. കാരണം ചക്കപ്പഴമുള്ള വീട്, ചക്കയും മാങ്ങയും ഉള്ള വീട്. പക്ഷെ ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ചക്ക ഇല്ല. അത് കാരണം ഇവിടെ ലുലു മാളിൽ നിന്ന് ഒരു കണ്ടെയ്നറിൽ 400 ഗ്രാമിന് 146 രൂപ. 129 എടുത്തിട്ടുള്ളൂ. അത് നീ പറഞ്ഞായിരുന്നല്ലോ എന്തോ ഓഫർ ഉണ്ടെന്നത്. മേടിച്ചുകൊണ്ട് വന്നാൽ അതിൽ ചിലതിലൊക്കെ കുരു ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടർത്തില് ഉറുമ്പ് വന്നു കഴിഞ്ഞു കേട്ടോ. ആ ചക്കച്ചോള ഞാൻ അടർത്തി വെച്ചു പൊരി ഉണ്ടാക്കാനായിട്ട്. അപ്പൊ എന്റെ ബാറ്ററി തയ്യാറാക്കുമ്പോ എന്തൊക്കെയാണെന്ന് കാണിക്കാം കേട്ടോ. മഴ പെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൂടുള്ളത് കഴിക്കാൻ രസമല്ലേ? മഴ പെയ്യുമ്പോഴാണ് പ്രധാനമായിട്ട് ഇത് ചെയ്യേണ്ടത്. തിമിർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. ശക്തി കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മഴയുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഞാൻ 1 സ്പൂൺ പുട്ടിന്റെ പൊടി ഇട്ടിട്ടുണ്ട് തരിങ്ങിന് വേണ്ടി. റവ ഇടുന്നവർക്ക് റവ ഇടാം കേട്ടോ. പിന്നെ ദേ മൈദയാട്ടോ. കഴിഞ്ഞ ഒരു 3 കൊല്ലം മുമ്പ് ഞങ്ങൾ വീഡിയോയിൽ ജാക്ക് ഫ്രൂട്ട് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ചക്കപ്പൊടി കാണാൻ പറ്റും. അന്നേരം ഞങ്ങൾ ഗോതമ്പ് പൊടി ആഡ് ചെയ്തേക്കണം. ഇത് 3 സ്പൂൺ ഇരിക്കട്ടെ, 2 കിലോ അത്രയും കുറയില്ല. 3 സ്പൂൺ മൈദ, 1 സ്പൂൺ വറുത്ത പുട്ടിൻ്റെ പൊടി. 1 സ്പൂണിൽ നിന്നോട്ടെ, എനിക്ക് ഉണ്ടാവുമെന്ന് കിടക്കാൻ പറ്റില്ല. ഒന്നാമത് ഈ കയ്യിലൊക്കെ അളിഞ്ഞു പൊളിക്കുന്നു. അതുകൊണ്ട് അപ്പം ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇച്ചിരി കുറുകിയിരിക്കണം, എന്നാലേ കുറച്ച് കോട്ടിങ് അതിലിരിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ വേണ്ടി വരുമോയെന്ന് എനിക്കറിയില്ല. ഏതായാലും തൽക്കാലം ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇത്രയല്ലേ ചുളയുള്ളൂ. അപ്പം നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ച് ബാറ്റർ ഒന്ന് തയ്യാറാക്കാം. ഞാൻ വെള്ളം എടുക്കുമ്പോൾ ഞാൻ പഴുപ്പ പൊരിക്ക് പാടുള്ളൂ. വളരെ കറക്റ്റാണ്, നല്ല മുഴുത്ത ചുളയും. മൈദയാണ്, ഗോതമ്പൊടിയാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂല. മൈദ ഒട്ടിപ്പിടിക്കും. ഓൾറെഡി നമ്മൾ ഗോതമ്പൊടി വെച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്വല്പം ഉപ്പ്, മധുരം ചേർക്കണില്ല കേട്ടോ. കാരണം ഈ ചക്കപ്പഴത്തിന് ഓൾറെഡി ആവശ്യത്തിന് മധുരമുണ്ട്, അതുകൊണ്ടാട്ടോ ചേർക്കാത്തത്. അതുകൊണ്ട് ഞാൻ ഒട്ടും മധുരം ചേർക്കണില്ല. ഇച്ചിരി ഉപ്പ് ചേർക്കും. പിന്നെ വേറെ ഐറ്റവും മധുരമുള്ളതിനെ കഴിക്കാനിരിക്കുന്നത്. എല്ലാ ഈ മധുരങ്ങളിങ്ങനെ സാറ്റർഡേ സൺഡേ കണ്ടമാനം സാധനങ്ങൾ പല രീതിയിലുള്ളതും കഴിപ്പുണ്ടല്ലോ. മധുരം വേണ്ട, നാച്ചുറൽ മധുരത്തിൽ തന്നെ ഇരിക്കട്ടെ ചക്കപ്പൊരി. അധികം പഴുക്കാത്ത ഏത്തപ്പഴം പോലെയല്ല. ഏത്തപ്പഴത്തിന് ആ വിഷയമില്ല, പിന്നെ പഴുത്താലും
തീരെ ഇതായിപ്പോകുന്നത്. ഇതുപോലെ മതി മതി. ഞാൻ എടുത്തേക്കണ രീതിയാട്ടോ കാണിക്കണേ. വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാം. പലരും പല രീതിയിലായിരിക്കും. ചിലർ മുട്ടവെള്ള ചേർക്കും, അങ്ങനെ പലതും ചേർക്കും. മുട്ടവെള്ളയൊക്കെ ചേർത്താൽ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും. നമ്മളതൊന്നും ആഡ് ചെയ്യണില്ല. എള്ളും കിള്ളും ഒന്നും ഇടണില്ല. വേണം എള്ളിടണോ? ഇച്ചിരി വേണമെങ്കിൽ വേണമെങ്കിൽ ഇടണം. ഒരു തരി ഇട്ടാ പോരെ. കുറച്ച് തരിയാട്ടോ എള്ള് ഇട്ടത്തോളം ഞങ്ങൾ മിക്സ് ആക്കാം. അതുപോലെ അത് മതി. ചക്കച്ചോള കുറച്ചല്ലേ ഉള്ളൂ ഒന്നാണ്. തന്നെയല്ല അതിങ്ങനെ പഴംപൊരി പോലെ നീളത്തിൽ ഇതൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. അതിൽ എള്ള് തന്നെ ആയിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. ഇനി ഞങ്ങള് ഇരുമ്പ് ചീനിച്ചട്ടിയിലല്ല കേട്ടോ, അയൺ കടായിലല്ല, പാലപ്പച്ചട്ടിയിലാണ്. ഇത്രയും ഒഴിച്ചേച്ച് നമുക്ക് നോക്കാം. വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. വെളിച്ചെണ്ണയാട്ടോ. ചിലർ നമ്മൾ വറക്കുമ്പോൾ ചോദിക്കാറുണ്ട് കോക്കനട്ട് ഓയിലാണോ വെജിറ്റബിൾ ഓയിലാണോ. ഇത് വെളിച്ചെണ്ണയാട്ടോ, കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ചില സമയങ്ങളിൽ ഞങ്ങൾ വെജിറ്റബിൾ ഓയിൽ എടുക്കാറുണ്ട് ചിലതിനൊക്കെ. ഇത് വെളിച്ചെണ്ണ തന്നെയാട്ടോ. ഇപ്പൊ വെളിച്ചെണ്ണ ചൂടാവട്ടെ. അതെ, ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പൊ മമ്മി കേൾക്കുവാണെങ്കിൽ ഇല്ലേ ഉടനെ പറയും, ദൈവമേ അവിടെ നിന്ന് ഇത് മേടിച്ചോണ്ട് വന്നോ, അവിടെ പഴുത്തിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പയോട് പറഞ്ഞു വിട്ടായിരുന്നു ബഡ് പ്ലാവേലെ ചക്ക ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ല ഇട്ട് വെക്കാൻ നല്ല ടേസ്റ്റാണ് അത് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ പഴുപ്പും ഉണ്ടോ? ഈ ഒരു പഴുപ്പില് വേണം. അതെ അതെ ഇതിലെ ഉറുമ്പ് ഓടി നടക്കണ്ട്. ഞങ്ങൾ ഉറുമ്പ് മാറ്റിയ ചാട്ടോ മാവില് മുക്കോളിയും പൊളിച്ചു വെച്ചപ്പോഴേ മണം കൊണ്ട് ഉറുമ്പ് വന്നേക്കണതാ. അപ്പൊ ഓരോന്നോരോന്ന് നോക്കി ഉറുമ്പ് മാറ്റിയ മാവില് മുക്കോളൂ. ഉറുമ്പ് നടക്കണം കണ്ടുതേ. എന്തോരം ഉറുമ്പ, കുറെ ഉറുമ്പ് മാറ്റിയതാ, വീണ്ടും ഉറുമ്പ് വന്നു അല്ലേ. നല്ല കാമ്പുണ്ട്, നല്ല കട്ടിയുണ്ട്. കട്ടി വേണം ഇങ്ങനെ നീ പറഞ്ഞ പോലെ. ദേ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഇതിൽ കൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിടിക്കുന്നത് പിടിക്കട്ടെ അല്ലേ. മാക്സിമം കൂട്ട് ചെയ്തിട്ടുണ്ട്. എണ്ണ ഒരുപാട് ചൂടായില്ലേ, സിമ്മിലിട്ടേക്കും. അതുകൊണ്ട് ഓരോന്നേ ഇടാട്ടോ. നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് ഇങ്ങനെ ചൂട് പലഹാരം കഴിക്കാൻ എന്നാ രസമെന്നറിയോ. നമ്മളിത്തവണ മഴക്കാലത്ത് വറപൊരിയേക്കാൾ കൂടുതൽ നമ്മൾ കാണിക്കുന്നത് ഇതാണ് അല്ലേ. വറപൊരിയേക്കാൾ കൂടുതൽ നമ്മൾ മറ്റ് ഐറ്റംസ് ഒക്കെയാ കാണിച്ചത്. വറപൊരി കുറവൊന്നുമല്ല. മുറുക്കൊക്കെ ഉണ്ടാക്കിയില്ലേ, പല സാധനം ഉണ്ടാക്കിയില്ലേ. ഉണ്ടാക്കി ശരിയാ. ഇതില് 3 മതിയായിരുന്നു. വേണ്ട ചെറുതായിരുന്നു. മറ്റേ ഇപ്പം മറിക്കാറായിട്ടുണ്ടോ? പാടില്ല. ഇത് കറക്റ്റാ. അത് മറിക്കാൻ കിടക്കാൻ നോക്കാം നമുക്ക്. ഇടിയിച്ചിട്ടതാ കേട്ടോ. ഇടിയിച്ചിട്ടതാ. മിക്സർ ഉണ്ടാക്കി, നുറുക്കുണ്ടാക്കി, പിന്നെ ബജി ഉണ്ടാക്കി. ഓണിയൻ ബജി അതെ ഉണ്ടാക്കി. പിന്നെ ഇപ്പം ഇത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ എന്നാന്ന് വെച്ചാൽ ഉണ്ടാക്കാത്തത് ചിപ്സുകളൊക്കെ ഓൾറെഡി എപ്പോഴും കാണിക്കണതല്ലേ. ടപ്പിയോക്ക ചിപ്സ് ഇട്ടു. നമ്മൾ ആദ്യം മഴയത്തിട്ടത് അതല്ലേ. അത് കാവർത്തൊക്കെ എപ്പോഴും കാണിക്കണോണ്ടാ വീണ്ടും വീണ്ടും കാണിക്കാത്തേട്ടോ. അത് കാണിച്ചത് ഒരുപാട് റിപ്പീറ്റ് ആക്കണ്ട. കാവർത്ത് പല പ്രാവശ്യം കാണിച്ചില്ലേ, അതുകൊണ്ടാണ് ഞങ്ങള് പിന്നെ അതൊന്ന് അമാന്തിപ്പിച്ചത് കേട്ടോ. ഒരെണ്ണം ഞാൻ മറിച്ചു കൂട്ടോ. അതെ അതെ നോക്കട്ടെ കേട്ടോ. അതും ചിലപ്പോ ആയിട്ടുണ്ടാവും. ഇല്ല എനിക്കൊന്ന് അവസാനം ഇട്ടാന്ന് അത് മറിച്ചിടാം. പഴംപൊരി പോലെ തന്നെ ഉണ്ട്. ഏതാണ്ട് അതുപോലെയാണ്. ഇതെങ്ങനെയാണെന്നറിയാമോ, ചക്കച്ചുള ഇങ്ങനെ കുരു മാറ്റി വെച്ചേ ഒറ്റയായിട്ട് ഇങ്ങനെ 2 പിളപ്പും കൂടെ ചേർത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേവ് കയറൂല. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വേവ് അതിലേക്ക് വരില്ല. അതുകൊണ്ടാ. വെളിച്ചെണ്ണയുടെ മണം, വെളിച്ചെണ്ണ കിടന്ന ചക്കപ്പഴം ഇത് ചെയ്യണതിന്റെ മണം. കൊതാന്ന് കേൾക്കണം. ഞങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടു കൂട്ടോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഭാഗമില്ലേ കുളം പോലെ ഇങ്ങനെ ഇരിക്കുന്ന അകഭാഗം, ആ അകഭാഗത്തേക്ക് ഇങ്ങനെ
ബ്രൗൺ കളർ വരൂല, കാരണം കുഴി പോലെ ഇരിക്കുക. അപ്പൊ അതിന് എന്തെങ്കിലും മാർഗം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതിന്റെ പോരായിക പരിഹരിക്കാമല്ലോ. ഞങ്ങളിങ്ങനെ കുഴി പോലെ ഇരിക്കുന്നതുകൊണ്ട് അതിലേക്ക് കളർ ചേഞ്ച് വന്നില്ല. അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതിന്റെ ടിപ്പ് ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ അത് പരിഹരിച്ച് പിന്നെ ചെയ്യാലോ എന്നോർത്ത് ചോദിച്ചതാ. കട്ട് ചെയ്താൽ ചിലപ്പോൾ കയറും, പക്ഷെ കട്ട് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. അതായത് ഇത് ഇങ്ങനെ രണ്ടാക്കി വെച്ചോളത് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കയറിയാലും പറ്റൂലെന്ന് തോന്നുന്നു. അങ്ങനെ കാണിച്ചാൽ ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെ ഭംഗി ചെയ്ത ഒരു ഭംഗി ഉണ്ടാവില്ല ചിലപ്പോൾ. അതെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ മുഴുവത്തോടെ ഇരിക്കണം എപ്പോഴും നല്ലത്. കോരിച്ചൊരിയണ മഴയത്ത് ചൂടോടെ കഴിക്കാൻ ചക്കപ്പഴം പൊരി ഇവിടെ റെഡിയായി. അതെ 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 അതെ, അടിപൊളി അടിപൊളി. ഓരോന്നെ കോരി എടുക്കുക. വെച്ചേച്ച് അടുത്തത് ഇടാട്ടോ. എണ്ണ വലിയാൻ ടിഷ്യൂലേക്ക് വെക്കാം. അത് വെക്കാം. എണ്ണ വലിയാൻ കമത്തിടുന്നതാണ്. ഇതിൽ വെക്കാം. എന്നിട്ട് അടുത്തത് ഇട്ടേട്ടോ. അടുത്ത ട്രിപ്പാണ്. ഇനി ഉറുമ്പെല്ലാം മാറ്റണത് ഈ കാണുന്നത്. മുക്ക അടുത്ത ട്രിപ്പ്. ഇതും കൂടെ മതിയായിരിക്കും. പിന്നെയുള്ളത് നമുക്ക് വേണമെങ്കിൽ പച്ചക്ക് തിന്നാം അല്ലേ? കാരണം ഫ്രൈ അല്ലേ, അധികം കൺസ്യൂം ചെയ്യണ്ടല്ലോ. ഓയിൽ ഫ്രൈ ആയതുകൊണ്ട് ഇപ്പം ദേ 2 ട്രിപ്പായിട്ട് വാങ്ങിയ ചക്കപ്പൊരി അവിടെ വേറെ ഇരിപ്പുണ്ട്. അത് എണ്ണ വാലാനായിട്ട് വെച്ചേക്കും. അതെ, ഇതിലെണ്ണ വാർന്നിട്ടില്ല. അതെടുക്കാൻ പറ്റില്ല. അതെന്നു വെച്ചാൽ അത് ചെറിയ കയ്യില്ല. അതുകൊണ്ട് ദേ ഇതൊന്ന് പിടിച്ചോ. പടം അടിപൊളി അടിപൊളി. എണ്ണ വാലിനോട്ടഞ്ഞ് ടിഷ്യൂല് വെച്ച് എണ്ണ മൊത്തം പോയി കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അപ്പം നല്ല മഴയത്തെ ഒരു ബ്രൂവും ഇതിങ്ങടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതെന്നാന്ന് വെച്ചാൽ ഇങ്ങനെ വടയൊക്കെ പോലെ ഇങ്ങനെ ഞെരിഞ്ഞെരുവെന്നൊന്നും ഇരിക്കൂല. അറിയാലോ, പഴംപൊരി പോലെ ഇരിക്കും. ടേസ്റ്റ് വ്യത്യാസം ചക്കപ്പഴത്തിന്റെ ആയതുകൊണ്ട്. പഴത്തിന്റെ ആകുമ്പോൾ ആ രീതിയിലായിരിക്കുമല്ലോ ടേസ്റ്റ്. വറവറാന്നായിരിക്കൂല, ഞെരിഞ്ഞെരുവെന്നുണ്ടാവൂല എന്ന് ചുരുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് വരിക്ക ചക്കപ്പഴത്തിന്റെ ചക്കപ്പഴപ്പൊരി. അതെ 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 അതെ, ഇതാണ് ഫുൾ സെറ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ എടുത്തോളൂ കേട്ടോ. അതെ, ബാക്കി ഇത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 2 ചോള ഞങ്ങൾ തിന്നാനും എടുത്തു. ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം. നിങ്ങളെ കാണിച്ചൊന്ന് കൊതിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. അതെ, മഴ പെയ്യുമ്പോഴായിരിക്കും എല്ലാവർക്കും കൊതി കൂടുതൽ. എണ്ണയൊക്കെ വാലട്ടെ. മഴ പെയ്യുമ്പോ അല്ലെങ്കിൽ ചൂടാഹാരം കഴിക്കണ ഒരു പ്രത്യേക വൈബാ. ചൂടാറിപ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ വാലുമ്പോഴത്തേക്കും ചൂടാറും. എന്നാലും കുഴപ്പമില്ല, മഴയത്ത് കഴിക്കാൻ നല്ലൊരു ഐറ്റം. ചൂടത്ത് തണുപ്പ് കഴിക്കുന്നതിനേക്കാൾ വൈബ് മഴയത്ത് ചൂട് കഴിക്കുന്നതാ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് പറയണേ. പിന്നെ പിള്ളേരൊക്കെ ഉള്ളിടത്ത് ഇപ്പൊ ചക്കപ്പഴം സ്ഥിരം ഉണ്ടാവും എല്ലായിടത്തും. അപ്പൊ പിള്ളേർക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് ഇതായിട്ട് കഴിക്കാൻ കൊടുക്കാൻ നല്ലതാ. ചക്കപ്പഴമൊക്കെ കൊടുത്ത് മടുത്ത് കഴിയുമ്പോൾ പിള്ളേർ ചിലപ്പോൾ പറയൂല. ചെറിയ പിള്ളേരൊക്കെ ആകുമ്പോൾ എന്നാന്നത് പഴംപൊരിയാന്ന് ഓർത്ത് വേഗം വരുമ്പോൾ വന്ന് കഴിക്കും. പിന്നെ സ്വാദ് കഴിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. എന്നാലും ഒരു വെറൈറ്റി ഡിഷല്ലേ. ഇതേ ഉറുമ്പ് വന്നേക്കണുണ്ടോ? ഉറുമ്പ് വന്നു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ചക്കപ്പൊരി, പഴംപൊരി എന്ന് പറയാൻ റെഡി ടു ഈറ്റ് ആയി മാറി. അമ്മ ഒരു പീസ് ഒന്ന് കഴിച്ചോ. ഇത് അകപ്പാളി കേട്ടോ. അകപ്പാളി കമറ്റി വെച്ച ഇങ്ങനെ ഓരോന്നും കാണിക്കാം. ഇത് അകപ്പാളി എല്ലാത്തിനും കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടകം കൊണ്ടില്ലേ കുത്തി നിവൃത്തിയാൽ കുറച്ച് നിവർന്ന് വരും. അത്രേ ഉള്ളൂ. ഞാൻ 1-2 കഷ്ണം ഇച്ചിരി കഴിച്ചേക്കാം. തട്ടി കാത്താറായി. ഒരെണ്ണടുത്ത് സ്വല്പം കഴിച്ച് കാണിച്ചു തരാം. അമ്മയുടെ അഭിപ്രായം കറക്റ്റ് ആയിരിക്കും എന്ന് എല്ലാരും പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമില്ല, ഞാൻ ഇഷ്ടമില്ല, അത്രേ ഉള്ളൂ. അതെല്ലാവർക്കും ഇഷ്ട. നൂറില 80. കൂടുതൽ മാർക്ക് ഉണ്ടല്ലോ. അപ്പ എടുത്തോ. അയനാ
അല്ല അപ്പയും കഴിച്ചോന്നേ. അവരുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. നല്ല ചക്കപ്പുരി കഴിച്ചു നോക്കുകയാണ്. നേരത്തെ 1-2 പീസ് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇത്രയും കൂടി മധുരം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതിപ്പോൾ ഒരുപാട് പഴുക്കാത്ത ചക്കച്ചോള ആയത് കാരണം മധുരം കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു. മധുരം ഇച്ചിരി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഡെലീഷ്യസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ചക്കച്ചുളയ്ക്ക് ഒട്ടും നൂല് പാടില്ല കേട്ടോ. നൂലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കടിക്കുമ്പോഴേക്കും അതിങ്ങനെ വലിഞ്ഞു പോവും. അതൊരു രസം ഉണ്ടാവില്ല കഴിക്കാൻ. പക്ഷെ ഇതിനൊട്ടും നൂലില്ല. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കഴിക്കാനും ഒരു പ്രത്യേകത ഉണ്ട്. ചക്ക വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കും അല്ലേ. ചക്കയട, ചക്ക വിളയിച്ചത്, പിന്നെ ചക്ക പുഴുക്ക്, ചക്കപ്പഴം വെച്ചിട്ട് അനവധി ഡിഷസ് ഉണ്ട്. ചക്കയപ്പം, ഒത്തിരി സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കും. അപ്പം അക്കൂട്ടത്തിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കാണ്. സൂപ്പറാ. ഞാൻ അപ്പം എടുക്കും. എടുത്തോന്നേ. നല്ല രുചിയാ. എങ്ങനെയുണ്ട്? അപ്പക്ക് ഇങ്ങനെയുള്ള ഐറ്റംസിനോട് വലിയ താല്പര്യമില്ല, എന്നാലും കഴിക്കും, അത്രേ ഉള്ളൂ. വെറൈറ്റി എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല